കേളുവിന്റെ മരുമോൻ എന്റെ മരുമോൻ അല്ലടാ. അതല്ലേ ഞാൻ അവനെ കർണാടകത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ താൻ എന്റെ വാക്ക് കേട്ട് നടക്കാത്തതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. സാർ, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് കമ്മീഷണർ കുറ്റവാളിയെ വിച്ഛോദിക്കുക, അവന്റെ വാക്കും കേട്ട് കൊച്ചുവെളുപ്പാൻ കാലത്ത് കള്ളനെ പിടിക്കാൻ പോവുക. എന്നിട്ടിപ്പോ എന്തായി? തന്നെ വെച്ച് എന്നെ മുഖ്യമന്ത്രിയെ നാറ്റിക്കാൻ ആ ചന്തക്കാട് വിശ്വം ചെയ്ത പണിയാ ഇതൊക്കെ. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. വെള്ളമാണെങ്കിലും അച്ഛൻ പറയുന്നേ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോ എന്തി? ഓ മറന്നു, പ്രധാന കാര്യം മറന്നു. ഇത് വിക്ടർ ഡിസൂസ അല്ലേ? യെസ്. ഇന്ത്യയിലെ കള്ളക്കടത്തിന്റെ രാജാവാ. ഇയാള് ബാംഗ്ലൂർ ഇരുന്ന കാലത്ത് അയാളെ തൊടാൻ കഴിഞ്ഞോ? കഴിയില്ല. അതാ അയാളുടെ ബലം. അയാളുടെ കേരള ഏജന്റായി ചന്തക്കാട് വിച്ചുവൻ. താൻ ഇയാളെ വഴി വെച്ച് കണ്ടുമുട്ടിയത് മുതൽ ഇവിടെ വന്നതുവരെയുള്ള കാര്യങ്ങൾ ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം. അളിയൻ ധൈര്യമായിട്ട് അവന്റെ ചന്തക്കാട് കയറി റെഡി ചെയ്യേ. അവനെ അകത്താക്ക്. ഈ പറഞ്ഞ കേട്ടിട്ട് എന്തെങ്കിലും തൊണ്ടി കിട്ടാണ്ടിരിക്കുകയില്ല. ഇനി കിട്ടിയില്ലേലും കിട്ടിയെന്ന് പറഞ്ഞ അകത്താക്ക്. മോന്റെ കയ്യിലെ ചോരക്കറ മുഴുവൻ മാഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെയൊക്കെ തിരിച്ചു വിട്ടില്ലേലേ അവിടെ ഇവിടെയൊക്കെ സംശയത്തിന്റെ മുള പൊട്ടും. അതിനിട കൊടുക്കരുത്. മണ്ണിന്റെ പൊന്നാരം പോലെ പൊൻകോലങ്ങൾ, കണ്ണഞ്ചും ചായങ്ങൾ ചാർത്തും ഈ മൺകോലങ്ങൾ, പാടത്തെ പദമുള്ള മണ്ണുകൊണ്ടോ കണ്ണീരിൻ നനവുള്ള മണ്ണുകൊണ്ടോ കോലം വച്ചു താളം കൊട്ടി കോലങ്ങളാടിപ്പാടുന്നേ. മണ്ണിന്റെ പൊന്നാരം പോലെ പൊൻകോലങ്ങൾ, കണ്ണഞ്ചും ചായങ്ങൾ ചാർത്തും ഈ മൺകോലങ്ങൾ.